ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ ലൈവിൽ ഇതാ അനീഷ് ആദ്യമേ തന്നെ എഴുന്നേറ്റ് ആദിലെ വിളിക്കുന്നുണ്ട്. അതിലെ എഴുന്നേൽക്ക്, നമുക്ക് വേഗം ഈ മാല കോർത്ത് തീർക്കാം. അത് കോർത്ത് തീർന്നിട്ടില്ലെങ്കിൽ നാണക്കേടാണ്. അപ്പോൾ അതിലെ പറയും എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയുമില്ല, ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ അനീഷ് പറയും അത് സാരമില്ല, ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കിത് തീർക്കാവുന്നതേ ഉള്ളൂ, നീ എഴുന്നേൽക്ക് എന്നെല്ലാം പറയുമ്പോൾ അതിൽ എഴുന്നേൽക്കും. എന്നിട്ട് അതിരാവിലെ തന്നെ അനീഷും അതിലെയും മാല കോർക്കുന്ന തിരക്കിലാണ്. അനീഷ് പറയുന്നത് എന്ത് ജീവിതമല്ലേ, ഇത് തീരുന്നില്ല ബിഗ് ബോസ്, ഇത് നല്ല ടഫ് ടാസ്ക് ആണ്, ചെയ്തിട്ടും തീരുന്നില്ല. ഒരു ചെറിയ ഹോളിലൂടെ വേണമെങ്കിൽ ഒരു മുത്ത് കോർക്കാനായിട്ട് കണ്ണ് വേദനിച്ചിട്ട് വയ്യ, വല്ലാത്തൊരു ടാസ്ക് തന്നെ, ഇതുവരെ തന്ന ടാസ്കിൽ ഏറ്റവും ടഫ് ടാസ്ക് എന്നെല്ലാം മനീഷ് പറയും. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ മുത്ത് കോർക്കലായിരുന്നു, ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് ഉറങ്ങി തൂങ്ങിയാണ് മാല കോർക്കുന്നത്. നല്ല മുട്ടൻ പടിയാണ് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഒടുക്കം മനീഷ് ബിഗ് ബോസിനോട് ചോദിക്കും ബിഗ് ബോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു, ഞങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നതായിരുന്നു. അപ്പോൾ അതിലെ പറയും ഒറ്റയടിക്ക് കൊന്നൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലെയും മനീഷും ജയിലിനകത്ത് ഒരേ ചിരിയാണ്. ഇവരെ ജയിലിലാക്കിയത് കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഇതുപോലെ ആകുമ്പോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. മാല കോർത്ത് മടുത്ത് അതിലെല്ലാം കിടന്നുകൊണ്ട് കോർക്കുന്നുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.